ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നല്ല ചൂട് കാലാവസ്ഥയാണ്. നമ്മുടെ ബോഡിയെ മൊത്തത്തിലൊന്ന് കൂളാക്കാനായിട്ട് പൊട്ടുവിളരി ജ്യൂസ് ഉണ്ടാക്കിയാൽ ഇപ്പോൾ നോമ്പിന്റെ സീസൺ ആയതുകൊണ്ട് നല്ല പോലെ പൊട്ടുവിളരി ചിലവാകുന്നുണ്ട് കടയിലൊക്കെ കേട്ടോ. അപ്പോൾ കിട്ടിയ പാടെ ഞാൻ എന്തായാലും ഒരെണ്ണം മേടിച്ചു. പിന്നെ വേഗം അതിൻ്റെ മഞ്ഞ പൾപ്പും സീഡ്സൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഒരു പാത്രത്തിലോട്ട് ഇട്ടു കേട്ടോ. ഇനി നല്ല പോലെ ഞാനിവിടെ ഒരു വുഡിന്റെ കയ്യിൽ വെച്ചിട്ടാട്ടോ ഈ ഉടച്ചു കൊടുക്കുന്നത്. ഒരു ഹാഫ് ഭാഗത്തോളം ഉടച്ചു കൊടുത്തതിന് ശേഷം മിക്സിയിലേക്ക് നമുക്ക് പകുതിയോളം മാറ്റാം, ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി. പൊട്ടുവെള്ളരി അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 നുള്ളി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മുഴുവൻ കൊടുക്കാനുള്ള ഏലക്കായ, അപ്പോൾ ഞാൻ ഒരു 6 എണ്ണം എടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ മിക്സിയിൽ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഉടച്ചു വെച്ചതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. വേണമെങ്കിൽ ആവശ്യത്തിന് ഒരു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തോ. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ബദാമോ പിസ്തയോ അണ്ടിപ്പരിപ്പോ എന്താണെന്ന് വെച്ചാൽ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കും. പാനിൽ ഒന്ന് ചൂടാക്കിയെടുത്ത പൊട്ടുകടലയാണ്. പൊട്ടുകടലയുടെ ഗുണത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 2 നല്ല ഗ്ലാസ് എടുത്ത് അതിലേക്ക് പൊട്ടുകടല ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് വീണ്ടും പൊട്ടുകടല ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അങ്ങോട്ട് കുടിച്ചു. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ പറ്റും. ബൈ, സീ യു.